welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ്. സോ ക്ലാസ്സസ് കണ്ടിട്ടുള്ളവർക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ ഒക്കെ മനസ്സിലാവും. സോ അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. സോ യെസ്, ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീ ചാർജ്. ഫസ്റ്റ് ക്വസ്റ്റ്യനൊപ്പം ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്രീ ചാർജസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. ദിസ് ഫാക്ടേഴ്സ് നോൺ ആസ് ക്വാണ്ടൈസേഷൻ. യെസ്, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇഫ് an electric dipole is kept in a uniform electric field, then the resultant electric force on it always 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write down the SI unit of electric flux. Voltmeter ആണ്. Then next one is the force between 2 point charges is directly proportional to the product of dash and inversely proportional to dash of distance between them. Yes, നമുക്കറിയാം directly proportional to product of charges ആണ്. Q1 Q2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയുക, നമ്മുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. യെസ്, സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. The property which differentiate two kinds of charges called polarity. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കുമ്പം ആദ്യം വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സംഭവം. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഡസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges change if the dielectric constant of the medium in which they are kept is increased? Of course it will change. The force per unit charge is known as electric field. Yes. If the size of the charged bodies are very small compared to the distance between them, we treat them as point charge. ഞാൻ ഓരോ പ്രാവശ്യം ചാർജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴേ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് പോയിന്റ് ചാർജ് എന്നുള്ളത്. നമുക്കറിയാം ആ ചാർജ് എന്ന് പറയുന്നത് ഈ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. Yes, dash gives the information on field strength, direction and nature of the charge. C, electric field ആണ് ആൻസർ. Then state true or false. The total charge of the isolated system is not conserved, it's conserved. Okay. Yes, then if two charges of 1 coulomb each are placed 1 kilometer apart in vacuum, the force between them it will be 9 into 10 to the power 3. നമ്മൾ ഈ വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 9 into 10 to the power 3 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What happens when a glass rod is rubbed with a silk? യെസ്, നമ്മുടെ പറയുന്ന പോലെ ഫസ്റ്റ് ആ ഒരു പോർഷനിൽ വരുന്ന നമ്മൾ ചിലപ്പം ഇഗ്നോർ ചെയ്ത് കളയുന്ന, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു ഭാഗമാണ്. യെസ്, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. Gives electrons to silk. A charged rod P attracts a rod R, whereas P repel another charged rod Q. What type of force is developed between Q and R? It is simply electrostatic force. Then which physical quantity has its SI unit? Coulomb meter. It is dipole moment. അത് സെന്റിമീറ്റർ അല്ല, കൂളം മീറ്റർ ആണ്. Next one is define 1 coulomb. 1 coulomb is the SI unit of electric charge, which is equal to the amount of charge transported by a current of 1 ampere in 1 second. 1 ampere 1 second ട്രാൻസ്ഫർ ആയിട്ടുള്ള കറണ്ട്. Okay, yes. Sorry, current alla charge ആണ് കേട്ടോ. No two electric lines of force can intersect each other. Why? Electric lines of force never intersect each other because at the point of intersection two tangents can be shown. So അല്ലെങ്കിൽ നമ്മളിപ്പം ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പോയിന്റിൽ അവിടെ എന്തായിരിക്കും, 2 ടാൻജൻസ് ഉണ്ടായിരിക്കും. സോ ദിസ് മീൻസ് അതിന് 2 ഡയറക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇസ്, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം പിന്നെ ഒന്നുകൂടെ തലതിരിച്ചിരിക്കുകയാണ്. നേരത്തെ ചോദിച്ചത് എന്താണ്, കൂളം മീറ്റർ എന്തിന്റെ ആണെന്നാണ്. ഇവിടെ നമ്മുടെ അടുത്ത് നേരെ തിരിഞ്ഞു ചോദിച്ചിരിക്കുകയാണ്. Then when placed in a uniform field, a dipole experience torque. The work done in rotating an electric dipole in an electric field is PE into 1 minus cos theta ആണ് ആൻസർ. സോ യെസ്, അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1 ഷോർട്ട്സും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒന്നും കൂടെ എടുത്തെടുത്ത് പറയുവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 1 മാർക്ക് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി മാർക്കാണ് നമ്മൾ കിട്ടാൻ പോകുന്നത്. സോ
പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്നൊരു റിമൈൻഡ് ചെയ്യുവാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. യെസ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബിഫോർ ദാറ്റ് നമ്മുടെ ടെലഗ്രാമിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, കാരണം അവിടെ നമ്മൾ ഒരുപാട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി effective capacitance of the combination shown. നമുക്ക് അറിയാവുന്നതാണ്, സിമ്പിൾ ആണ് അല്ലേ. C equivalent is equal to C1 plus C2. The potential energy of a capacitor is stored in the electric field between its plates. How much work is done in moving an electric charge between 2 points on an equipotential surface? Equipotential surface എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ടോട്ടൽ 0 ആയിരിക്കും വരുന്നത്. How capacitance changes if the distance between the plates of a parallel plate capacitor is halved? അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്തായിരുന്നു? A epsilon 0 divided by D ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് പാരലൽ ടു കപ്പാസിറ്റർ ഡിസ്റ്റൻസ് ഹാഫ് ആക്കി, അതായത് ഡി എന്നുള്ളത് D/2 ആക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? യെസ്, നമ്മുടെ കപ്പാസിറ്റൻസ് ഡബിൾ ആയിട്ട് വരും. ഓക്കെ, യെസ്. The electrostatic potential on the perpendicular bisector due to an electric dipole is 0. Then the work done in moving a unit positive test charge over a closed path in an electric field is again 0. Then 1 volt എന്ന് പറയുന്നത് 1 joule per coulomb ആണ്. Then the formula for electrostatic potential is simple, work done by charge ആണ്. A surface that has the same electrostatic potential at every point is known as, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, equipotential surface. The work done against electrostatic force gets stored in which form? Yes, it is simply potential energy. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ട് പുതിയതാണെന്നുള്ളൊരു തോന്നൽ വേണ്ട. ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. Define the term potential energy of a charge q at a distance v in an external electric field. The amount of work done in bringing a charge from infinity to its position in the system in the electric field of a charge without acceleration. നമ്മൾ പറഞ്ഞിരുന്നല്ലേ, എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജിനെ നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, അപ്പം അതുപോലെ ഓരോ പോയിന്റിൽ നിന്ന്, ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള ആ വർക്കിനെയാണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഇനി ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ്. അത് നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ഡിവൈസസ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഡൈഇലക്ട്രിക്. ഇൻസുലേറ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, യെസ്. If a unit positive charge is taken from one point to another over an equipotential surface, then simple, no work is done. Equipotential surface ആണ്. Equipotentials at great distance from a collection of charges whose total sum is not 0 or approximately spheres ആയിരിക്കും. Then the electric potential inside a conducting sphere remains constant, okay, from the center to the surface. നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. The capacitance of the parallel plate capacitor is increases when. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇസ് ഡിക്രീസ്ഡ്. ഏരിയ ഓഫ് പ്ലേറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസും ഡിക്രീസ്ഡ് ആവും. കാരണം എന്താ? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, epsilon 0 A/T ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏരിയ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസും ഡിക്രീസ് ആവും. പിന്നെ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇസ് ഇൻക്രീസ്ഡ്. ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവും. സോ ഇൻക്രീസ് ചെയ്യാനുള്ളത് ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മെറ്റൽ ഇസ് റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ളതാണ്. ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അത് മെറ്റലിന്റെ എന്താ പറയുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് വരുന്നത്. A test charge is moved from lower potential point to higher potential point. The potential energy of test charge will definitely increase. A hollow metal sphere of radius 5 cm is charged so that the potential on its surface is 10 volt. The potential at the center of the sphere is same അല്ലേ, സർഫസിലുള്ളത് തന്നെയായിരിക്കും. സോ 10 വോൾട്ട് തന്നെയാണ് ആൻസർ. യെസ്, നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ചോദിച്ചിട്ടുള്ളതും ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, അപ്പം അതിന് വേണ്ടിയിട്ട് ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. കൃത്യമായിട്ട് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലെന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ എല്ലാവരും നമ്മുടെ 1 ഷോട്ട്സും എല്ലാ സെഷൻസും കണ്ട ആൾക്കാരാണ്. സോ യെസ്, അപ്പം തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. 15 days ചാലഞ്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. യെസ്, സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്ന ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ലെറിൻ ഡേവിസ്. ഞാനാണ് നിങ്ങളുടെ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. സോ യെസ്, അപ്പോൾ നമുക്ക് ഫിസിക്സ് അടിച്ചു പൊളിച്ച് പഠിക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്,
You are given 3 resistance, 1 ohm, 2 ohm, 3 ohm. Draw a figure to show how you will combine them to get an equivalent resistance of 6/11 ohm. So നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുക. സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വാല്യൂ കിട്ടുക, അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആണ് എത്രയാണ് കിട്ടുക. സോ ദെൻ നമുക്ക് കിട്ടും എന്താണ്, യെസ്, നമ്മൾ പാരലൽ കോമ്പിനേഷനിലാക്കി കഴിഞ്ഞപ്പം നമുക്ക് എത്ര കിട്ടിയത് 6/11 ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ പാരലൽ ആണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം, പാരലൽ ആയിട്ട് തന്നെ വരയ്ക്കാം. ഇനി ഇവിടെ തന്നെ 1 ohm വരണമെന്നുണ്ടോ, രണ്ടാമത് 1 ohm വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അങ്ങനത്തേലൊന്നും ഒരു പ്രശ്നമില്ല. പാരലൽ ആയിരിക്കും കണക്ഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, യെസ്, നമ്മൾ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ആർ ഇക്വാലന്റ് എന്ന് പറയും നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി എന്താണ്, യെസ്, 6/11 ohm ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എ യൂണിഫോം മെറ്റാലിക് വയർ ഓഫ് റെസിസ്റ്റിവിറ്റി റോ ഇസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ഒരു യൂണിഫോം മെറ്റാലിക് വയർ ആണ്, അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, റോ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. ഇനി അതെന്താ ചെയ്തത്, യെസ്, സ്ട്രെച്ച്ഡ് ടു ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, അതിന്റെ ലെങ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്തു. ദെൻ ആ സ്ട്രെച്ച് ചെയ്ത് എത്രയാണ്, യെസ്, ഇപ്പൊ എല്ലാം ആയിരുന്നത് എന്തായി, 12 ആയിട്ട് മാറി. ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി ഇലോങ്ങേറ്റഡ് വയർസ്, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ് റെസിസ്റ്റിവിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും, ന്യൂ റെസിസ്റ്റിവിറ്റി വിൽ ബി റോ. ഓക്കെ, അൺചേഞ്ച്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, because it is a property of a conductor which is independent of wire dimensions. Okay, നേരെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മിക്കവാറും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, യെസ്, എല്ലിന് 12 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണോ വേണ്ടത്, അല്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2019-20 ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദി കളർ കോഡ്. ആസ് ഓഫ് നൗ നമുക്ക് കളർ കോഡ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. A wire of length L and resistance R is cut into 2 equal half of same length. Okay, വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, റെസിസ്റ്റൻസ് R ആണ്, ആൻഡ് അതിന് എന്ത് ചെയ്തു, ഈക്വൽ ആയിട്ട് 2 പാർട്ട് ആക്കിയിട്ട് വെച്ചു. The resistance of each half will be എന്തായിരിക്കും, യെസ്, 2R ആയിട്ട് മാറും. ഓക്കെ, 2R ആയിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്, R is proportional to L/A ആണ് നമുക്കറിയാം. സോ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി R' എന്ന് പറയുന്നത്, അതായത് പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും, അല്ലെങ്കിൽ ഓരോന്നിന്റെയും 2 ഹാഫ് ആക്കി അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2R ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the resistance of a wire can be expressed in the unit of, yes, V/ampere. Okay, yes. ഇനി നെക്സ്റ്റ് പറയുന്നത്, മൊബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ, സിമ്പിൾ ആണല്ലേ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, തെറ്റിക്കരുത്, മ്യൂ ആണ്. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് VD/E ആണ്. ഓക്കെ, സോ ഇത് മൊബിലിറ്റി റിലേറ്റ് ചെയ്തിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം ചിലരൊക്കെ എന്താ പറയുക, ഇഗ്നോർ ചെയ്യുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ചിലർക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സസ് 1 ഷോട്ടൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലേ. യെസ്, ഇനി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നു, എന്താണ്, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. In the next one, state true or false. The total resistance in the series combination is more than the greatest resistance in the circuit. That is a true statement. ഇനി the opposition offered by the electrolyte of the cell to flow the current through itself is known as, നമ്മൾ പറഞ്ഞിരുന്നു സെല്ലിൽ എന്തൊക്കെയുള്ളത്, ഒരു EMF സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ആ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡ്സും ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്, യെസ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ്, ദ എക്സാമ്പിൾ ഓഫ് നോൺ ഓമിക് റെസിസ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് നോണോമിക്കിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ബാക്കി നമ്മൾ കോപ്പർ നോക്കിയാലും കാർബൺ നോക്കിയാലും ഫിലമെന്റ് ലാമ്പ് നോക്കി കഴിഞ്ഞാലും എന്താണ്, ഓമിക് റെസിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. ഇൻ ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് 2 or more than 2 resistance, the current through each resistance is same ആണ്. Next one, when no current is passed through a conductor, the average velocity of free electron over a large period of time is 0 ആയിട്ട് മാറും. എപ്പോഴാണ്, no current is passed through a conductor. Okay അല്ലേ. ഇനി next one, write the relation between the terminal voltage V in form of E, I and R, where E is the EMF of the cell, R is the internal resistance. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. V is equal to E minus IR. EMF ആണ് E എന്ന് പറയുന്നത്, മൈനസ് IR. I എന്ന്
പറഞ്ഞ കറണ്ട് ആണ്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് സർക്യൂട്ടിലൂടെ. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. V ആണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. The Kirchhoff's second law were the simple have their usual meanings is based on കഴിഞ്ഞ നമ്മൾ വൺ ഷോട്ടിൽ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. യെസ്, അത് ചോദിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ആൻഡ് EMF ഓഫ് എ സെൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് സെൽ വെൻ നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദി സെൽ. ഓക്കെ, EMF നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അതായത് നമ്മുടെ വൺ ഷോട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. അതെന്താണ്? മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെ. അതെപ്പോഴാണ്? ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഇസ് ഡ്രോപ്ഡ്. ഓക്കെ, കറണ്ട് അവിടെ പാസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വലന്റ് ആണ്. യെസ്, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഈ 15 ക്വസ്റ്റ്യൻസും ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതൊക്കെ നമ്മൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്പെക്റ്റഡ് PYQസും അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ യെസ്, അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരത്തുള്ളൂ. അതുപോലെ ഡെയിലി നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എന്താ പറയുക, നിങ്ങൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. സോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഒരു കമ്പൈൻ സ്റ്റഡി ഫീൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഒരുപാട് എന്താ പറയുക, നമ്മൾ എന്താ പറഞ്ഞുള്ള വെറൈറ്റി ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ട്സും എവിടെ കിട്ടുന്നത്? നമ്മുടെ ടെലഗ്രാമിലാണ് കിട്ടുന്നത്. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത്? നേരെ ടെലഗ്രാമിൽ പോയിട്ട് വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേദാന്തു മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നോട്ട്സ് ഒക്കെ അവിടെ റെഡിയാണ്. ഓക്കെ, ദെൻ ഓൾസോ പറയാനുള്ളത്, നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ലൈവ് സെഷൻസ് നടക്കുന്നത് 5 മണിക്കോ 6 മണിക്കൊക്കെയാണ്. സോ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവന്ന് പഠിപ്പിക്കാനും കൂടെ നോക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ, കാരണം വേദാന്തു എന്ന് പറയുന്ന ബ്രാൻഡ് നോർത്തിൽ മാത്രം അല്ലെങ്കിൽ ഹിന്ദിയിൽ മാത്രം ക്ലാസ്സസ് ഉള്ള ഒരു ചാനൽ എന്നാണ് എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ്സ്. നമ്മുടെ മലയാളത്തിൽ വന്നത് ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വേണം നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഒരുപാട് നമുക്ക് പോസിറ്റീവ് കമൻസ് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ കാലയളവ് കൊണ്ട് നിങ്ങളിൽ ഒരുപാട് സ്നേഹം ഞങ്ങൾക്ക് കിട്ടി, സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇനിയും ഫ്യൂച്ചറിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അത് ഇരട്ടി ആവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ യെസ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് സ്റ്റേറ്റ് ആംപിയർ സർക്യൂട്ടൽ ലോ. സോ 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു തിയറം ആണ്. നമുക്കറിയാം എന്താണ് ലോ എന്താ പറയുന്നത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl which is equal to μ0I ആണ് അല്ലേ. അതാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl which is equal to μ0I. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വേർഡ്സിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ആംപിയർ സർക്യൂട്ടൽ ലോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ക്ലോസ്ഡ് ആംപീരിയൻ ലൂപ്പ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ദെൻ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഈക്വൽ ടു, ഓക്കെ, അത് ഈക്വൽ ടു വാട്ട്? യെസ്, നമ്മുടെ μ0 ടൈംസ് I. Okay, current passing through it. Moving electron produce both magnetic and electric field. Okay, then Gauss's theorem in magnetism is the proof of existence of magnetic dipoles ആണ്. And when magnetic needle is placed in non-uniform electric field, non-uniform magnetic field ആണെങ്കിൽ ഫോഴ്സും ടോർക്കും അതിന് എക്സ്പീരിയൻസ് ചെയ്യും. യൂണിഫോം മാത്രമാണെങ്കിലോ യെസ്, ഇതിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Parallel currents repel and anti-parallel currents attract. State whether the statement is true or false. നമ്മൾ പറഞ്ഞിരുന്നു പാരലൽ കറൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് അട്രാക്ഷൻ ആണ് അല്ലേ? അട്രാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അട്രാക്ഷൻ ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റി പാരലൽ ആണെങ്കിലോ, ആന്റി പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? റിപ്പൾസീവ് ആണ്. ഓക്കെ അല്ലേ? റിപ്പൾസീവ് ആണ്. ക്ലിയർ? Yes. A charged particle enters a uniform magnetic field at an angle 40 degrees. Its path becomes helical ആയിരിക്കും. Then the path of charged particle entering parallel to uniform magnetic field will be a straight line. എങ്ങനെയാണെങ്കിൽ യെസ്, ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ പാർട്ടിക്കിൾ എൻറ്ററിങ് പാരലൽ ആണ്. അതായത് B and
ഓക്കെ, സോ എന്തോ ഒരു എററുണ്ട്. ഓക്കെ, ബി ആൻഡ് അതായത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ പാത്തും എന്തായിരിക്കണം? യെസ്, പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് സർക്കുലറും ഹെലിക്കലും വരുന്നത്, ഹെലിക്കൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സർക്കുലർ വരുന്നത് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത്. ദ എക്സ്പ്രഷൻ ഓഫ് സിഗ്മ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 is Gauss's law in magnetism. Okay, Gauss's law in magnetism. Next, name the force experienced by a charge q moving through a uniform magnetic field with a velocity v, that is nothing but Lorentz force F is equal to q into v cross b. SI unit of magnetic field is Tesla. Cyclotron, ഇത് നമുക്ക് ഇല്ലാത്തതാണ് കേട്ടോ. A positive charge enters in a magnetic field and travels parallel to but opposite the field. If experience no force since angle between velocity and magnetic field is 180 degree. അതായത് ഇവിടെ പറയുന്നുണ്ട് പോസിറ്റീവ് ചാർജ് വരുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? യെസ്, പാരലൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പം ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആണ് അല്ലേ? അപ്പം 180 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. 180 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നതെങ്കിൽ എന്താണ്? അവിടെ ഫോഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. യെസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. State true or false. A cyclotron is a device. Again, നമുക്ക് ഇത് ഇല്ലാത്തതാണ് കേട്ടോ. An electron is projected along the axis of a circular conductor carrying the same current. Electron will experience. Okay, electron എന്ത് ചെയ്യത്തില്ല? ഒരു ഫോഴ്സും അവിടെ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. Biot-Savart law indicates that the moving electrons or velocity with the velocity v produce a magnetic field B such that B is perpendicular to velocity. യെസ്, അപ്പോൾ നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. സോ ഇത്രയും ചാപ്റ്റേഴ്സിൽ 1 മാർക്ക് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്വിക്കായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ നേരെ പോയിട്ട് നമ്മുടെ ചാനൽ, ഓക്കെ, നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ട്. 1 ഷോട്ട് ആയിക്കോട്ടെ, പാർട്ട് ബൈ പാർട്ട് ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. സോ യെസ്, ആ വീഡിയോസ് ഒക്കെ കാണാം. ആൻഡ് ഓൾസോ കൂടുതൽ ഇൻഫർമേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുണ്ടാകുന്ന ഡൗട്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നത്. സോ ടെലഗ്രാം പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ എവിടെ പോയാൽ മതി? നേരെ ടെലഗ്രാമിൽ വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, യെസ്, അപ്പം അതായിരിക്കണം ഇനി നമ്മുടെ എന്താ പറയുക ആപ്തവാക്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി? കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. നിങ്ങളുടെ ഏറ്റവും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്ന് പറയുന്നത്. സോ ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും. Yes, stay tuned to Vedantu Malayalam channel for more videos and updates. Thank you so much.